മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രി മുകുൾ റോയ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊൽക്കത്തയിലെ സോൾട്ട് ലേക്കിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ സാന്നിധ്യമായിരുന്നു മുകുൾ റോയ്. മമതാ ബാനർജിക്കൊപ്പം തൃണമൂൽ കോൺഗ്രസ് പടുത്തുയർത്തിയതിൽ നിർണായക പങ്കുവഹിച്ച നേതാവ്. ഒരു കാലത്ത് മമതയുടെ വിശ്വസ്തൻ. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയ മുകുൾ റോയ് 2006 രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2009 മുതൽ 2012 വരെ പാർട്ടിയുടെ രാജ്യസഭയിലെ തലവൻ കൂടിയായിരുന്നു മുകുൾ റോയ്. രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് ദിനേശ് ത്രിവേദിക്ക് ശേഷം 2012 കേന്ദ്ര റെയിൽവേ മന്ത്രിയായി ചുമതലയേറ്റു. മമതാ ബാനർജി ബംഗാൾ മുഖ്യമന്ത്രിയാകാൻ റെയിൽവേ മന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോൾ മമതയുടെ വ്യക്തിപരമായ ശുപാർശയിലാണ് മുകുൾ റോയിയെ റെയിൽവേ മന്ത്രിയായി നിയമിച്ചത്. അതിനു മുമ്പ് കപ്പൽ ഗതാഗത മന്ത്രാലയത്തിൽ സഹമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. തൃണമൂൽ രൂപീകരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. 2017 മമതാ ബാനർജിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് തൃണമൂൽ വിട്ട അദ്ദേഹം BJPയിൽ ചേർന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ടിക്കറ്റിൽ കൃഷ്ണനഗർ ഉത്തർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. വൈകാതെ തൃണമൂൽ കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങിയെത്തി. കൂറുമാറ്റത്തെ ചൊല്ലി BJP നിയമപോരാട്ടം നടത്തി. നവംബറിൽ കൊൽക്കത്ത ഹൈക്കോടതി MLA സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കി. എന്നാൽ പിന്നീട് സുപ്രീംകോടതി ഈ ഉത്തരവ് സ്റ്റേ ചെയ്തു. ബംഗാൾ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെട്ടിരുന്ന മുകുൾ റോയിയുടെ വിയോഗത്തോടെ മികച്ചൊരു തന്ത്രജ്ഞനെയും സംഘാടകനെയുമാണ് ബംഗാളിന് നഷ്ടമായത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.